അൽമാട്ടി സിറ്റിയിൽ -5 ഡിഗ്രിയാണ്. സ്ട്രീറ്റിലെല്ലാം സ്നോഫോൾസ് ഉണ്ട്. അൽമാട്ടിയിലെ ഇലക്ട്രിക് ബസ്, മരങ്ങളൊക്കെ നോക്കിയ സ്നോ വീണിട്ട് ഫയർബേൺ. ഇത്ര മഞ്ഞ് പെയ്താലും ഇവിടുത്തെ തീ അണയില്ല. നമുക്ക് കയ്യിലൊക്കെ പ്രാവിനെ ഇരുത്തിയിട്ട് നല്ല നല്ല ഫോട്ടോസ് ഇവിടെ എടുക്കാം. ഇവിടെ വലിപ്പം നോക്കി, ഇതിന്റെ കുതിര ഇറച്ചിട്ടൂട്ടാ, തല വെട്ടി വെച്ചേക്ക് നോക്കി. ബാൽക്കണി തുറന്നിട്ട് വ്യൂ കാണിച്ചേ. സ്നോയില് പൊതിനായ എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് റൺവേ നിൽക്കണ നോക്കി. നമ്മുടെ ഹോട്ടലിന്റെ ഒരു വ്യൂ കാണിച്ചു കേട്ടോ. ഹോട്ടൽ കസാക്കിസ്ഥാൻ. ഹോട്ടൽ ഫുള്ള് മഞ്ഞിൽ മൂടി കിടക്കണേ. ഈ ഹോട്ടലിന്റെ മുമ്പിൽ നമ്മൾ ഇന്ത്യയുടെ കൊടിയുണ്ട് കേട്ടോ. ഞങ്ങൾ ഹോട്ടലിന്റെ ഫ്രണ്ടിലുള്ള സ്നോഫോൾസ് കാണാൻ അറിയാണ്. ആ എന്നെ എടുക്കാം. എങ്ങനെയുണ്ട് മഞ്ഞ്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ലാസ്റ്റ് ദിവസം ഫുൾ സ്നോഫോൾസ് ഉണ്ട് ഇവിടെ. ബാക്കി മഞ്ഞ് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ഞ് കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇവരതുകൊണ്ട് ഇത്ര സമയം കൂടുമ്പോൾ ഇവർ ക്ലീൻ ചെയ്തോണ്ടിരിക്കും കേട്ടോ. നമ്മളെടുത്ത പാക്കേജിൽ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇവിടുത്തെ കസാക്കിസ്ഥാൻ ഹോട്ടലിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം. അങ്ങനെ നമ്മുടെ കസാക്കിസ്ഥാൻ ടൂറിൻ്റെ അവസാന ദിവസമായ ഡേ 4 ഒരു മനോഹരമായ സ്നോഫോളോട് കൂടിയാണ് തുടങ്ങിയത്. ഇന്ന് നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്നിട്ട് പെൻഫിലോ പാർക്കിലേക്കാണ് പോകുന്നത്. നമ്മൾ താമസിച്ച കസാക്കിസ്ഥാൻ ഹോട്ടലിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് ഈ പെൻഫിലോ പാർക്കിലേക്ക്. നടന്നു പോയ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താം. ടാക്സി ആണെങ്കിൽ ഒരു 8 മിനിറ്റ്. അൽമാട്ടി കൂടി രാവിലെ തന്നെ സ്ട്രീറ്റ് വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് വാക്കിങ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നിവിടെ അൽമാട്ടി സിറ്റിയിൽ -5 ഡിഗ്രിയാണ്. സ്ട്രീറ്റിലെല്ലാം സ്നോഫോൾസ് ഉണ്ട്. വേറെ എവിടെയും പോണ്ട, സ്ട്രീറ്റിൽ കൂടി നടക്കാൻ തന്നെ നല്ല രസമാണ്. ഈ ഹോട്ടൽ മനസ്സിലായ നമ്മൾ ഫസ്റ്റ് ഡേ ഇവിടെ നിന്നാണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. നോക്കിയാൽ എന്ത് രസമാണ്. ഫസ്റ്റ് ഡേ നമ്മൾ ഒരു ഇവിടുത്തെ ലോക്കൽ കസാഖിസ്ഥാൻ ക്യൂസിൻ ട്രൈ ചെയ്തിരുന്നു. നമ്മൾ നടക്കുമ്പോൾ നമ്മളെ മീശയമേ പുരുകത്തും ഒക്കെ ഇങ്ങനെ നോക്കി കണ്ട് ഫീലിങ്ങൊക്കെ നോക്കി ഫുള്ളും സ്നോ ഇങ്ങനെ വീണ് എടുക്കണ്. ഇവിടെ സ്ട്രീറ്റിൽ ഫുഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. കസാക്കി ലോക്കൽ ആപ്പിൾ ഉണ്ട്. കസാക്കി വാട്ട് ഇസ് ദിസ്? Brusha? This apple? Яблоко. This? Курица домашняя. Okay. ഓരോ റെസ്റ്റോറൻറ്റിൻ്റെയും ഓരോ കഫറ്റീരിയയുടെ മുമ്പിലേക്ക് ഓരോരുത്തർ ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീനിങ് സ്റ്റാഫുകൾ അവർ വരുന്ന അപ്പം വീണ സ്നോകൾ അപ്പം അവർ ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട്. എല്ലാ ഏരിയയിലും ഇലക്ട്രിക്കിൻ്റെ ഇലക്ട്രിക് വണ്ടികളെല്ലാം ചാർജ് ചെയ്യാനുള്ള സോൾട്ടൊക്കെ ഇവിടെ സിറ്റി തന്നെ മിക്ക ഏരിയകളുണ്ട്. എല്ലാവരും ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട് വണ്ടികളൊക്കെ. തൊട്ട് ബാക്കിൽ തന്നെ ഇലക്ട്രിക് ബസ് കാണാൻ പറ്റും. ഇലക്ട്രിക് കമ്പിയിലാണ് അത് ഓടുന്നത്. കണ്ടോ, അൽമാട്ടി സിറ്റിയിലെ ഇലക്ട്രിക് ബസ്സാണത്. ഇത് ഇലക്ട്രിക് ലൈനിൽ കൂടി മാത്രമേ ഓടുള്ളൂ. മരങ്ങളൊക്കെ നോക്കിയാൽ സ്നോ വീണിട്ട് എന്ത് രസമാണ് കാണാൻ. ഫുള്ള് വൈറ്റ് കളറിൽ. വളരെ മനോഹരമാണ് ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ കാണാൻ. അങ്ങനെ പെൻഫിലോ പാർക്കിലെത്തിയപ്പോൾ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് മരത്തിലൊക്കെ സ്നോ മൂടിക്കെടുക്കുകയാണ്. ഈ പാർക്ക് നിർമ്മിച്ചേക്കുന്നത് ഇവിടുത്തെ 28 പെൻഫിലോ സോൾജേഴ്സിൻ്റെ ഓർമ്മക്കായിട്ടാണ്. ഫയർബേൺ ഇവിടുത്തെ തീ അണയാറില്ല. ഇത്ര മഞ്ഞ് പെയ്താലും ഇവിടുത്തെ തീ അണയില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ ഇതുണ്ട്, ചെറിയൊരു പോലീസിൻ്റെ ക്യാബിനുണ്ട്, പോലീസിയ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മ്യൂസിയം ഉള്ളത്. ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് വുഡൻ സ്ട്രക്ചറായ സെൻകോ കത്തീഡ്രൽ. 1907 പൂർണ്ണമായും ഇത് മരത്തോണ്ട് നിർമ്മിച്ചുകൊണ്ട് ഈ ചർച്ച്
ഇതിന് മുമ്പുണ്ടായ വലിയ എർത്തിക്കൊക്കെ ഇത് സർവൈവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം. ചർച്ചിൻ്റെ മുമ്പിൽ ഇവിടെയുള്ള സ്നോ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ വണ്ടി വെച്ചിട്ടാണ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. 24 മണിക്കൂർ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ക്യാപ്പും സൂര്യറൊക്കെ വെച്ചിട്ട് ഷോപ്പ് ഇട്ടിട്ടുണ്ട്. കത്തോലിക് ചർച്ചിൻ്റെ Fotoaparat Soviet, original. ഒറിജിനൽ ക്യാമറ. А здесь ബൈനോക്കുലർ. Говорим привет. വേണ്ട ക്യാപ്പുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ക്യാപ്പാണ്. О, это Буйна Танга. Буйна Танга, знаешь сколько? Салам алейкум. റാവളൊക്കെ തണുത്ത് വിറച്ചിരിക്കുന്നു. നോക്കിയേ, ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ക്യാപ്പും അവരുടെ ഗ്ലൗസ്. ഇത് പ്രാവുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ചെറിയ ചെറിയ പാക്കിലാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പ്രാവുകൾക്ക് ഇട്ട് കൊടുക്കാം. സ്കീ ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെയുണ്ട്. ചർച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്പേസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ സ്കീ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വീട് പഠിക്കാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അതിനുള്ള എക്യുപ്മെൻറ്റ്സുകൾ ഇവിടെ ഉണ്ട്. അവർ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ പറഞ്ഞു തരും. ആൾമാട്ടി ഐസ് പാർക്ക് ടൈമിങ് കൊടുത്തിട്ടുണ്ട്. അവർ 10 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. 11 മണി വരെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നോർമലാണെങ്കിൽ 2500 ടെങ്കയാണ് ഒരാൾക്ക് വരുന്നത്. അത് നമുക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ ഓഫറുണ്ട്, 2000 ടെങ്കയാണ് വരുന്നത്. ഇത് കുട്ടികളൊക്കെ ആണെങ്കിൽ 1500 ടെങ്കയാണ് വരുന്നത്. അസാഗി ലാംഗ്വേജിലാണ് എഴുതിയത്. ഇംഗ്ലീഷിൽ ഒന്നും എഴുതിയത് കാണുന്നില്ല ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് നോക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയ സ്നാക്സുകൾ, അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ്, കോഫി, ചായ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവരിപ്പോൾ എഴുതിയേക്കുന്നത് 500 ടെങ്ക 700 ടെങ്കയ്ക്കാണ് ഈ സ്നാക്സുകൾക്ക്. 400 ടെങ്ക തൊട്ട് ഇവിടെ സ്നാക്സുകൾ നിങ്ങൾക്ക് കിട്ടും. മിക്കവരും കൊണ്ട ചൂടിയാണ് നടക്കുന്നത്. സ്നോഫോൾസ് കൂടിയുണ്ട്. ഈ സ്നോഫോളിങ്ങിൻ്റെ ടൈമിൽ ചർച്ച് കാണാൻ ഭയങ്കര രസമുണ്ടോ. ഈ ചർച്ചിൻ്റെ മുമ്പിൽ കുറേ പ്രാവുകളൊക്കെ ഇങ്ങനെയുണ്ട്. നമുക്കിവിടെ അരിമണിയും ഗോതമ്പൊക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഇവിടെ തന്നെ കിട്ടും. നമുക്ക് മേടിക്കാൻ കിട്ടും. ചെറിയ പൈസ ഉള്ളൂ. നമുക്ക് കയ്യിലൊക്കെ പ്രാവിനെ ഇരുത്തിയിട്ട് നല്ല നല്ല ഫോട്ടോസ് ഇവിടെ എടുക്കാം. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ തന്നെ കുറേ ക്യാമറമാൻ ഉണ്ട്. 2000 ടെങ്ക 3000 ടെങ്കയൊക്കെ കൊടുത്താൽ നല്ല നല്ല ഫോട്ടോസ് ഇട്ട് ഒരു ഫോട്ടോസിന് വെച്ച് റേറ്റ് ഉണ്ട്. 10 ഫോട്ടോസിന് വേറെ റേറ്റ്. അങ്ങനെ വീഡിയോസ് എടുത്ത് തരും. $1000 right? 1000 thing, one picture photo, soft copy mobile. ഓക്കെ, സോഫ്റ്റ് കോപ്പി ഓൾസോ. ഓക്കെ, ഇവർ പറയുന്നത് 1000 ടെങ്കയ്ക്ക് നമുക്കൊരു സോഫ്റ്റ് കോപ്പിയും തരും. ഒരു ഫോട്ടോ നമ്മളത് പ്രിൻ്റ് അടിച്ച് തരും. നമ്മൾ ഗ്രീൻ ബസാറിലേക്കാണ് അടുത്ത പോകുന്നത്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഏകദേശം ദൂരമുണ്ട്. 15 മിനിറ്റ് നമുക്ക് നടന്നാൽ സ്ട്രീറ്റിലേക്ക് എത്താം. ഈ സ്ട്രീറ്റിൽ എപ്പോഴും ഓരോ ലോക്കൽ ആർട്ടിസ്റ്റുകളെ പെർഫോമൻസുകൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ, ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ വിൽക്കണ കുറേ കടകൾ, സുവനീർ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഗ്രീൻ ബസാറിൽ വന്നേക്കുന്നത് ഇവിടെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട് കിട്ടും. അത് ഓറഞ്ചിന് 1700 ടെങ്ക. ഇത് മൾബറി ഉണ്ട്, 1200 ടെങ്കയുടെ ഉണ്ട്, 900 ടെങ്കയുടെ ഉണ്ട്, 1000 ടെങ്കയ്ക്ക് ഓറഞ്ച് ചെറുതും വലുതും, 1200 ടെങ്ക കിലോ. ചുണ്ടി പിടിക്കുക. ഇവിടുത്തെ മാമ്പഴം നോക്കി 1000 ടെങ്ക. വലിപ്പം നോക്കി ഇതിൻ്റെ. അനാറിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കി 1800 ടെങ്ക. നമുക്ക് അവർ സാമ്പിൾ തരുന്നുണ്ട്, തിന്ന് നോക്കാം. നമുക്ക് കഴിച്ചു നോക്കാം. അങ്ങനെയുണ്ട്. നമ്മളിത് ഇവിടുത്തെ ആപ്പിൾ മേടിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുടെ പല ടൈപ്പിലുള്ള ആപ്പിളുകളുണ്ട് കേട്ടോ. ഒരു ചീപ്പ് റേറ്റിൽ ഇവിടുന്ന് സാധനങ്ങൾ കിട്ടും. അതുകൊണ്ട് അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. 5000 ടെങ്ക കൊടുത്ത് നമുക്കൊരു ബാലൻസ് തരുന്നുണ്ട്. നമുക്ക് 800 ടെങ്കയാണ് ആയത് 1 കിലോ. 1 കിലോ ആപ്പിൾ നമ്മൾ മേടിച്ച് 5 ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ചീപ്പ് റേറ്റാണ്.
എല്ലാ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അത്തിപ്പഴം തന്നെ വേറെ കളറുണ്ട്. ഈത്തപ്പഴം, നട്ട്സ്, പലതരത്തിലുള്ള ഈത്തപ്പഴങ്ങളുണ്ട്. ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ കുതിര ഇറച്ചിട്ടു കേട്ടോ. ഇവിടെ ഇതൊക്കെ ഹോഴ്സ് മീറ്റുകളാണ്. ഇതൊക്കെ ഹോഴ്സ് മീറ്റുകളാണ്. ഹോഴ്സിൻ്റെ പല പല പാർട്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാർട്സ് വേണമെങ്കിലും അവരവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അവിടെ നിന്ന് തന്നെ അവർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഏത് പീസാണ് വേണ്ടതെന്ന് വെച്ചാൽ തൂക്കി നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നോക്കി മേടിക്കാം. ഇവിടെ എല്ലാവരും ഇതുപോലെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിനായിട്ട് കുറേ ഏരിയകളുണ്ട്, കുറേ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ സ്റ്റാളുകളിൽ അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അവരുടെ പ്രൈസും അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് മേടിക്കാം സാധനങ്ങൾ. ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ സ്മെല്ല് തന്നെയാണ് ഇവിടെ. അത്ര ക്ലീൻ ചെയ്യുന്നുണ്ട് അവർ, ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ടാവും. അതിനനുസരിച്ച് അത്ര വൃത്തിയിലാണ് അവർ ഇതേപോലെ സെർവ് ചെയ്യണത്. കുതിര മാത്രമല്ല, ഇവിടെ പിഗ് അല്ലാണ്ട് പിഗിൻ്റെ തല വെട്ടി വെച്ചേക്കണ നോക്കി. പന്നിയുടെ കാല്, പന്നിയുടെ ഏത് പീസ് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ചിക്കനൊക്കെ ഇതേപോലെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കസാക്ക് ചോക്ലേറ്റ്. അങ്ങനെ സിറ്റി വാക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. ഇത് നമ്മുടെ റൂമിലെ വ്യൂ കാണിച്ചേരാട്ടോ. നമ്മൾ റൂമൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതേ ബാൽക്കണി തുറന്നിട്ട് വ്യൂ കാണിച്ചേ. കിട്ടില്ല, ടി വി ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകണം. നമ്മുടെ ഗൈഡ് നമ്മളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എയർപോർട്ടിൽ പോകണ വഴി ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. അൾമാട്ടിയിലെ ട്രെയിൻ, അൾമാട്ടി മുതൽ അസ്താന വരെ പോകുന്നൊരു ട്രെയിൻ റൂട്ടാണിത്. അങ്ങനെ നമ്മൾ അൾമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മുടെ ഗൈഡ് നമ്മളോട് നല്ല പെരുമാറ്റം, നല്ല സൗഹൃദമായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് 4:30 നമ്മൾ 2 മണിക്കൂർ മുമ്പ് തന്നെ എത്തി. Thanks for the guts that you had the snowfall actually on the last day. Up to you guys. That's fine. നമ്മൾ ഓൺലൈൻ ചെക്കിൻ രാവിലെ തന്നെ ചെയ്തിരുന്നു. ഇവിടുത്തെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ഇന്ത്യക്കാരോട് ഇവിടെ വലിയ സൗഹൃദമാണ്. ഇവിടെ കസാക്ക് സ്പെഷ്യൽ ചോക്ലേറ്റ് മേടിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ എയർപോർട്ടിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഇവിടെ ചോക്ലേറ്റ് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ സ്പെഷ്യലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഡോളറോ ഇവിടുത്തെ കസാക്കി ടെങ്ക കൊടുത്തിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടെ ഹാൻഡ് മെയ്ഡ് കുറച്ച് സാധനങ്ങളും അവരിവിടെ ഷോപ്പ് വെച്ചിട്ടുണ്ട്. ഇതേ നമുക്കുമുള്ള ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ആ സ്നോയിൽ പൊതിനായ എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് റൺവേ നിൽക്കണ നോക്കിയേ. ഓഫ്, എന്ത് രസമാണ് കാണാൻ. ഇതേ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകണം. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഈ ഫ്ലൈറ്റിലെ കോക്പിറ്റ് കാണുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് പോയി നോക്കാം.
ഈ പൈലറ്റ് ഇരിക്കുന്ന ഈ ചെറിയ സ്പേസിൽ നിന്നാണ് കേട്ടോ ഇവർ ഈ ഫ്ലൈറ്റിൻ്റെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. വിൻഡോ സീറ്റിലിരുന്ന് ഈ സ്നോഫോൾസിൻ്റെ ഭംഗി നോക്കുമ്പോൾ തന്നെ ഈ യാത്രയിലുള്ള എല്ലാ മെമ്മറീസും മനസ്സിലിങ്ങനെ ഓടിയെത്തുന്ന പോലെ. നമ്മൾ കസാഖിസ്ഥാനും UAEക്കും ഇടയിൽ 1 മണിക്കൂർ ടൈം ഡിഫറൻസ് ഉണ്ട്. അതും കൂടി പറയുമ്പോൾ തന്നെ ഈ യാത്രയുടെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഏകദേശം 5.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അബുദാബി സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സേഫായിട്ട് ലാൻഡ് ചെയ്ത്. ഈ കസാഖിസ്ഥാൻ ട്രിപ്പ് സാധാരണ ഒരു ടൂർ മാത്രമല്ല, അതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അൽമാട്ടി എന്ന നഗരം എൻ്റെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനം തന്നെ നേടി. സന്തോഷവും നന്ദിയും നിറഞ്ഞ മനസ്സോടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു യാത്രയിൽ കാണാം. ബൈ ബൈ.